ഹേ ടീം, കഴിഞ്ഞ സെഷനിൽ നമ്മൾ നോക്കിയത് ലിസ്റ്റ് എന്ന് പറയുന്നൊരു ഡാറ്റ ടൈപ്പാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ലിസ്റ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൽ എന്തൊക്കെയായിരുന്നു അതിൻ്റെ പ്രത്യേകതകൾ? ഒന്ന് ഇത് കളക്ഷൻ ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ അത് ഓർഡേർഡ് ആണ്, നമുക്ക് ഇൻഡെക്സ് വെച്ചുകൊണ്ട് വാല്യൂ എടുക്കാൻ പറ്റും. അതേപോലെ അത് ഡ്യൂപ്ലിക്കേറ്റ് അലൗ ചെയ്യും. അല്ല, നമുക്ക് ഒരേ വാല്യൂ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല, അത് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പം ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഓർഡേർഡും ആണ്, അതേപോലെ ഡ്യൂപ്ലിക്കേറ്റും അലൗ ചെയ്യും. നമുക്ക് അതിന് ഓരോ പെർട്ടിക്കുലർ പൊസിഷനും ഉണ്ട്, നമുക്കത് ശരിക്കും വാല്യൂ ചേഞ്ച് ചെയ്യാനും പറ്റും. വാല്യൂ ചേഞ്ചബിൾ ആണ് അല്ലേ? അപ്പോൾ ഇതാണ് ലിസ്റ്റിൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ വേറൊരു ഡാറ്റ ടൈപ്പാണ്, അതിൻ്റെ പേര് ട്യൂപ്പിൾ എന്നാണ്. ട്യൂപ്പിൾ എന്നുള്ളൊരു ഡാറ്റ ടൈപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അത് ഏകദേശം ലിസ്റ്റിനോട് കുറച്ച് പാർട്ട് സിമിലർ ആണ്. അപ്പോൾ നമ്മൾ ഞാൻ ഈ കോഡ് മൊത്തത്തിൽ ഞാൻ കമൻറ്റ് ചെയ്യാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ട്യൂപ്പിളാണ്. അപ്പം ട്യൂപ്പിൾ എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ലിസ്റ്റിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഞാനിവിടെ സ്റ്റുഡൻസ് ഈക്വൽ ടു, നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നമുക്ക് റൗണ്ട് ബ്രാക്കറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. ജാഫർ, ഞാൻ സുജിത്ത്, അച്ഛൽ, ഇങ്ങനെ ഞാൻ കൊടുക്കുകയാണ്. അതേപോലെ ഞാൻ സ്റ്റുഡൻറ്റ് സ്കോർസ് എന്ന് പറഞ്ഞിട്ട് ഈക്വൽ ടു 50 45. ഓക്കെ, 45 50 45 ഇങ്ങനെ ഞാൻ കൊടുക്കാം. ഇത് ഞാൻ പ്രിൻ്റ് ചെയ്യാണ്. സ്റ്റുഡൻസും അതേപോലെ സ്റ്റുഡൻറ്റ് സ്കോർസും. അപ്പം ഞാൻ ഇത് ട്യൂബിളായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടെയുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കേസിൽ നമുക്ക് ലിസ്റ്റ് ആയിരുന്നുണ്ടെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്യൂബിളിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ റൗണ്ട് ബ്രാക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, നമുക്ക് ഞാൻ സ്റ്റുഡൻസ് ഡോട്ട് അപ്പൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. അതേപോലെ ഇനിയിപ്പോൾ ഞാൻ സ്റ്റുഡൻസ് ഓഫ്, എനിക്കൊരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇൻഡെക്സ് വെച്ചിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കൊരു വാല്യൂ 0th പൊസിഷനിൽ ഇൻഡെക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ ചെയ്യാം, 0 എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ 0th പൊസിഷനിലുള്ള വാല്യൂ കിട്ടും അല്ലേ? അപ്പോൾ ജാഫർ എന്നുള്ള വാല്യൂ എനിക്ക് കിട്ടുന്നുണ്ട്. ലിസ്റ്റിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ സ്റ്റുഡൻസ് ഓഫ് 0 ഈക്വൽ ടു ഞാൻ ജവാദ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്കൊരു എറർ അടിച്ചു, ടൈപ്പ് എറർ, ട്യൂപ്പിൾ ഒബ്ജക്ട് ഡസ് നോട്ട് സപ്പോർട്ട് ഐറ്റം അസൈൻമെൻറ്റ്. അപ്പം ട്യൂപ്പിളിൻ്റെ ഒരു പ്രത്യേകത ഇത് അൺചേഞ്ചബിൾ ആണ്. ഒരിക്കൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ വാല്യൂ അപ്പൻഡ് ചെയ്യലോ അല്ലെങ്കിൽ ഏതെങ്കിലും വാല്യൂ മാറ്റലോ ഒന്നും നടക്കില്ല. അതിനുള്ള വാല്യൂ, ഏതെങ്കിലും ഒരു വാല്യൂനെ റിമൂവ് ചെയ്യലോ ഒന്നും നടക്കില്ല. അത് കംപ്ലീറ്റ്ലി അൺചേഞ്ചബിൾ ആണ്. ലിസ്റ്റ് എന്ന് പറയുന്നത് ചേഞ്ചബിൾ ആണ്, ട്യൂപ്പിൾ എന്ന് പറയുന്നത് അൺചേഞ്ചബിൾ ആണ്. പിന്നെ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും, 0 1 2 എന്നുള്ള പറഞ്ഞിട്ട് പൊസിഷൻ വെച്ചിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതും ഓർഡേർഡ് ആണ്. അതേപോലെ ലിസ്റ്റും ഓർഡേർഡ് ആണ്, ട്യൂപ്പിളും ഓർഡേർഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ട്യൂപ്പിളിൻ്റെ കേസിൽ നമുക്ക് ഇതിൻ്റെ ലിസ്റ്റിനോട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഡ്യൂപ്ലിക്കേറ്റ് അലൗഡ് ആണ്. ഇവിടെ നമ്മൾ നോക്കി 45 റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും അടിക്കുന്നൊന്നുമില്ല. അപ്പം ഡ്യൂപ്ലിക്കേറ്റ് അലൗഡ് ആണ്, അൺചേഞ്ചബിൾ ആണ്, ഓർഡേർഡ് ആണ്. അപ്പം ഇതിൻ്റെ എല്ലാം ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവണം, കാരണം ഇത് ഓരോന്നും ഓരോ സിനാരിയോയിലാണ് നമ്മൾ ഉപയോഗിക്കുക. ഇതിൻ്റെ ഇപ്പം ഡാറ്റ അൺചേഞ്ചബിൾ ആക്കിയിട്ട് കീപ്പ് ചെയ്യണമെന്ന് ട്യൂപ്പിളാണ് ഉപയോഗിക്കുക. അപ്പം ഡ്യൂപ്ലിക്കേറ്റ് അലൗഡ് ആണെന്നുണ്ടെങ്കിൽ ആണെങ്കിലേ നമുക്ക് ഈ ലിസ്റ്റോ അല്ലെങ്കിൽ ട്യൂപ്പിളെല്ലാം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കളക്ഷൻ ആണ്, ഓർഡേർഡ് ആണ്, ഡ്യൂപ്ലിക്കേറ്റ് അലൗഡ് ആണ്, ചേഞ്ചബിൾ ആണ്. ട്യൂപ്പിൾ ആണെന്നുണ്ടെങ്കിൽ അൺചേഞ്ചബിൾ ആണ്, ഓർഡേർഡ് ആണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണ്.
പിന്നെ ഒരു കളക്ഷൻ ഓഫ് ഡാറ്റ ആണ് എല്ലാം. ഇതിപ്പം ലിസ്റ്റ് ആണെങ്കിലും ട്യൂപ്പിൾ ആണെങ്കിലും ഒക്കെ ഒരു കളക്ഷൻ ഓഫ് ഡാറ്റ മാനേജ് ചെയ്യാൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് അൺചേഞ്ചബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് റിമൂവ് ഓപ്ഷനോ അല്ലെങ്കിൽ അപ്പൻഡ് ഓപ്ഷനോ പോപ്പ് ഓപ്ഷനോ ഒന്നും നമുക്ക് ട്യൂപ്പിളിൽ അവൈലബിൾ അല്ല. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ മറ്റുള്ള ഇൻഡെക്സ് വെച്ചുകൊണ്ട് എടുക്കാനും ഒക്കെ ചെയ്യാൻ തന്നെ നമുക്ക് പറ്റുള്ളൂ ട്യൂപ്പിൾ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ലിസ്റ്റിൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സോർട്ടിങ്ങോ റിവേഴ്സോ അല്ലെങ്കിൽ റിമൂവോ ഇൻസേർട്ടോ അപ്പൻഡോ ഒന്നും ട്യൂപ്പിളിൽ അലൗഡ് അല്ല. ക്രിയേറ്റ് ചെയ്യാം, റൗണ്ട് ബ്രാക്കറ്റ് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം ഉള്ളത്, നമ്മളിവിടെ ലിസ്റ്റിൻ്റെ കേസിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന് സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ നമുക്ക് കൺസ്ട്രക്ടർ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ടർ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവിടെയും അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ സ്റ്റുഡൻസ് 2 എന്ന് പറയുന്നത് എനിക്ക് റൗണ്ട് ബ്രാക്കറ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ട്യൂപ്പിൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് എനിക്ക് അതിൽ എന്ത് ചെയ്യാം, വാല്യൂസിനെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് നമുക്ക് വർക്കാവും. അപ്പം 2 മെത്തേഡ് ഉണ്ട്. ലിസ്റ്റിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ റൗണ്ട് ബ്രാക്കറ്റ് വെച്ചിട്ടും അല്ലെങ്കിൽ ട്യൂപ്പിൾ എന്ന് പറയുന്ന കൺസ്ട്രക്ടർ വെച്ചിട്ടും നമുക്ക് ട്യൂപ്പിൾ ക്രിയേറ്റ് ചെയ്യാം. ലിസ്റ്റിൻ്റെ കേസിൽ സ്ക്വയർ ബ്രാക്കറ്റോ അല്ലെങ്കിൽ ലിസ്റ്റ് എന്ന് പറയുന്ന കൺസ്ട്രക്ടർ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിരുന്നു. ഇനി നമുക്കൊരു ട്യൂപ്പിളിൻ്റെ കേസിൽ നമുക്ക് ഐറ്റംസ് ഒന്നും മാറ്റാനുള്ള യാതൊരു ഓപ്ഷൻ അവൈലബിൾ അല്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ട്യൂപ്പിൾ അങ്ങനെ ഒന്നായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. മൊത്തം ട്യൂപ്പിൾ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഞാൻ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ട്യൂപ്പിളിനെ ഞാൻ DEL എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം, സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഇനി ഇവിടെ ഞാൻ സ്റ്റുഡൻസ് പറയുന്ന ട്യൂപ്പിൾ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ താഴെ തന്നെ ഞാൻ ഡിലീറ്റും ചെയ്തു. എന്നിട്ട് ഇവിടെ ഞാൻ അതിനെ യൂസ് ചെയ്യുന്നുണ്ട്, പ്രിന്റിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു എറർ അടിക്കും, കാരണം സ്റ്റുഡൻസ് ഇസ് നോട്ട് ഡിഫൈൻഡ്, കാരണം നമ്മൾ ആൾറെഡി അതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം മെമ്മറിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ DEL എന്ന് പറഞ്ഞിട്ട് നമുക്ക് ട്യൂപ്പിളിനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അല്ലാതെ അതിലുള്ള ഒരു ഐറ്റംസ് ഒന്നും ചേഞ്ച് ചെയ്യൽ നമുക്ക് അലൗഡ് അല്ല. ഓക്കെ, അത്രയാണ് ട്യൂപ്പിളിനെ കുറിച്ചുള്ള. പിന്നെ ഒരു പോയിന്റും കൊണ്ടുള്ളത്, ഇപ്പോൾ നമ്മളൊരു ഇതേപോലെ നമ്മൾ ട്യൂപ്പിൾ ക്രിയേറ്റ് ചെയ്യാണ്. ട്യൂപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒറ്റ എലമെൻറ്റേ ഉള്ളൂ. ഒറ്റ എലമെൻറ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ഈ രീതിയിൽ എനിക്കിതിൻ്റെ ഡാറ്റ ടൈപ്പ് അറിയാം, ഏത് വേരിയബിളിൻ്റെയും ഡാറ്റ ടൈപ്പ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ നേരത്തെ ID ഓഫ് എന്ന് പറഞ്ഞ ഉപയോഗിച്ച പോലെ തന്നെ ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൽ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഞാൻ ആദ്യം ജാഫർ സുജിത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ മനസ്സിലാവും ട്യൂപ്പിളാണ് ഇതിൻ്റെ ഡാറ്റ ടൈപ്പ്. നമ്മൾ പ്രിന്റ് ഓഫ് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് കൊടുത്ത സമയത്ത് എനിക്ക് ക്ലാസ് ടൈപ്പ് കിട്ടിയിട്ടുള്ളത് ട്യൂപ്പിൾ എന്നുള്ള ടൈപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോർമലി ഇത് വെച്ചിട്ടാണെങ്കിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഈ 2 മെത്തേഡ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ ടൈപ്പ് കിട്ടുക ട്യൂപ്പിൾ എന്നുള്ള ഡാറ്റ ടൈപ്പാണ് കിട്ടുക. ഇനി ഞാൻ ഇതിനെ ഒറ്റ വാല്യൂ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു സ്ട്രിങ് വാല്യൂവിനെ അല്ലെങ്കിൽ നമ്പറിന് അതിൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് ഞാൻ പ്രിന്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ വാല്യൂ ഡാറ്റ ടൈപ്പ് കിട്ടിയുള്ള STR ആണ്, സ്ട്രിങ് ആണ്. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രിങ്ങിനെ നമുക്ക് ഇങ്ങനെയും കൊടുക്കാൻ പറ്റും, ഇങ്ങനെ അസൈൻ ചെയ്ത സ്ട്രിങ് ആണ്, നമുക്ക് നേരത്തെ അറിയുന്ന കാര്യമാണ്. ഇതേ സംഭവത്തിന് തന്നെ നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ബ്രാക്കറ്റ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. 2 സ്ട്രിങ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. നമ്പറും ബൂളിയനൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. റൗണ്ട് ബ്രാക്കറ്റ് വെച്ചിട്ടും കൊടുക്കാം, അല്ലെങ്കിൽ റൗണ്ട് ബ്രാക്കറ്റ് ഇല്ലാണ്ടും കൊടുക്കാൻ പറ്റും. എല്ലാ ഡാറ്റ ടൈപ്പും നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ സിസ്റ്റം വിചാരിക്കുക ഇത് സ്ട്രിങ് ആണെന്നാണ്. ഇത് സ്ട്രിങ് അല്ല ട്യൂപ്പിളാന്നുള്ളത് സിസ്റ്റത്തിന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, ഈവൻ ദ ഒറ്റ വാല്യൂ ഉണ്ടെങ്കിലും അത് ട്യൂപ്പിളാന്നുള്ള സിസ്റ്റത്തിന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ ലാസ്റ്റിൽ അതിൻ്റെ ഒരു ട്രെയിലിംഗ് കോമ കൊടുക്കണം. അതിൻ്റെ ഏറ്റവും എൻഡിൽ നമ്മളൊരു കോമട്ട് കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റത്തിന് മനസ്സിലാവും ഓക്കെ ഇത് മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ടാവുന്നതാണ്, ട്യൂപ്പിളാന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ട്യൂപ്പിളാന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഈ ഒറ്റ വാല്യൂ അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എൻഡിൽ ഒരു കോമട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അതിന് ട്യൂപ്പിളായിട്ട് കൺസിഡർ ചെയ്യില്ല, സിംഗിൾ സ്ട്രിങ് ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ട്യൂപ്പിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ളത് അൺചേഞ്ചബിൾ ആണ്, വാല്യൂ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല, ഓർഡേഡ് ആണ്, ഇൻഡെക്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് റിട്രീവ് ചെയ്യാനുള്ള പറ്റും.
വാല്യൂ സെറ്റ് ചെയ്യലോ റിമൂവ് ചെയ്യലോ ഒന്നും നടക്കില്ല. ഓർഡർ ചെയ്യലോ സോർട്ട് ചെയ്യലോ റിവേഴ്സ് ചെയ്യലോ ഒന്നും നടക്കില്ല. അതുകൊണ്ട് അൺചേഞ്ചബിൾ ആയതുകൊണ്ട് അതൊന്നും പോസിബിൾ അല്ല. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അലൗഡ് ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ട്യൂപ്പിളിനെ കുറിച്ചുള്ളത്.